പ്രിയ കൂട്ടുകാരെ നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് ആശ്രമം പടിക്കലാണ്, ചമ്പക്കര. ഞാനിന്ന് രാവിലെ ഒരു വാർത്ത കൊടുത്തായിരുന്നു, ഒരു ഓട്ടോറിക്ഷ ഈ പാലത്തിൽ നിന്ന് താഴെ പോയത്. അതിവിടെയാണ്, എന്റെ തൊട്ട് സമീപത്ത് കാണുന്ന പാലത്തിന്റെ അവിടെ നിന്നാണ് താഴോട്ട് പോയത്. അദ്ദേഹത്തിന് നമ്മുടെ ഈ സൈഡിലായിട്ട്, വയറിന്റെ ഈ സൈഡിലായിട്ട് ചെറിയൊരു എവിടെ ഇടിച്ചതാണെന്ന് തോന്നുന്നു. നല്ല വേദന കാര്യങ്ങളൊക്കെ ഉണ്ട്, ഹോസ്പിറ്റലാണ്. അപ്പൊ നമുക്ക് ഈ ദൃശ്യങ്ങളൊന്ന് കാണാം. പുതുപ്പള്ളി കറുകച്ചാൽ റോഡിൽ ഒരുപാട് കൊടും വളവുകളുണ്ട്. ഒന്നാമത്തെ റോഡ് BMBC നിലവാരത്തിലായതുകൊണ്ട് വാഹനങ്ങളെല്ലാം അമിത വേഗതയിലാണ്. തോട്ടയ്ക്കാട് മുതലാണ് കൂടുതൽ കൊടും വളവുകൾ കൂടുതലുള്ളത്. നരിമറ്റംകവലയ്ക്ക് സമീപം 1-2 വലിയ വളവുകളുണ്ട്, അവിടെ അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. തോട്ടയ്ക്കാട് പാറപ്പ എന്ന് പറയുന്ന സ്ഥലമാണിത്. പാറപ്പ, ഇവിടുത്തെ ഈ കൊടും വളവ്, ഇവിടെയും ധാരാളം അപകടങ്ങളുണ്ടായ സ്ഥലമാണ്. മിക്ക ദിവസങ്ങളും 2 വീലറുകളും എല്ലാം ഇവിടെ അപകടത്തിൽപ്പെടുന്നുണ്ട്. ഇവിടുന്ന് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ചമ്പക്കര, ആശ്രമം പടി, ആ വളവ് സ്ഥലത്തിലുള്ള ഒരുപാട് കൊടും വളവുകളുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ സൈഡിൽ കൂടെ, ഈ റോഡിൻ്റെ സൈഡിൽ കൂടെ ഒരു തോടുണ്ട്. ഇവിടെയാണ് ഒരു ബസ് അപകടം ഉണ്ടായത്, ഈ വളവിൻ്റെ ഇവിടെ ബോർഡ്, മുന്നറിയിപ്പ് ബോർഡൊക്കെ ഉണ്ട്. അപകട മേഖലയെന്നും പറഞ്ഞ് സിഗ്നൽ ലൈറ്റൊക്കെ ഉണ്ട്, സീബ്ര ലൈനൊക്കെ വരച്ചിട്ടുണ്ട്. എങ്കിലും വാഹനങ്ങളെല്ലാം അമിത വേഗതയിൽ തന്നെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ തൊട്ട് സമീപത്ത് ഒരു പള്ളി, ഇവിടെയെല്ലാം ഈ നല്ല വളവാണ്. അതുപോലെ ധാരാളം വാഹനങ്ങൾ ഇപ്പം ഒഴുകുന്ന ഒരു സ്ഥലവും കൂടിയാണ് ഈ കറുകച്ചാൽ റോഡ്. അപ്പം ഇവിടെയാണ് ഇത്, ആശ്രമം പടി അടുത്തു. നമ്മൾ വന്നിരിക്കുന്നത് ആശ്രമം പടിക്കലാണ്. ഇവിടെയാണ് ഓട്ടോ അപകടം ഉണ്ടായത്. ഇപ്പോൾ ഈ സൈഡിൽ കൂടെ എല്ലാം, ഈ റോഡിൻ്റെ വലത് സൈഡിൽ മുഴുവൻ തോടാണ്. ആ തോട്ടിലോട്ടൊക്കെ ഇതിനു മുമ്പും വാഹനങ്ങളൊക്കെ പോയിട്ടുണ്ട്. ഇതാണ് ആശ്രമം പടി. അവിടെ ചമ്പക്കര സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് ഉണ്ട്. ആ ബാങ്കിന് മുന്നിലായിട്ടാണ് ഈ അപകടം ഉണ്ടായത്. ഇതൊരു സ്കൂളാണ്. ഉണ്ട്, ഇവിടെ തോടിന് സംരക്ഷണ ഭിത്തികളോ ഒന്നുമില്ല. ഇവിടെയാണ് ഇന്നലെ വൈകുന്നേരം, ഞായറാഴ്ച വൈകുന്നേരം 5 മണി കഴിഞ്ഞിട്ടുണ്ടായ ഒരു അപകടമാണ്. പരിയാരം സ്വദേശിയാണ്, ചിറയിൽ കൊച്ചുമോൻ എന്ന് പറഞ്ഞ ആളുടെ ഓട്ടോറിക്ഷയാണിത്. അദ്ദേഹം കറുകച്ചാലിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഇവിടെ വെച്ച് എതിരെ ടിപ്പർ ആണ്ട് വന്നെന്നാണ് പറഞ്ഞത്. അതിന് സൈഡ് കൊടുക്കുക എന്തോ ചെയ്ത് വണ്ടി കയ്യിൽ നിന്ന് പോയി. 2 പേരുണ്ടായിരുന്നു, പുറകിലൊരു യാത്രക്കാരനുണ്ടായിരുന്നു. ഇപ്പം കൊച്ചുമോനിപ്പം സാരമായ പരിക്കുണ്ട്. കൊച്ചുമോൻ്റെ തലയ്ക്കെന്തോ പരിക്കൊക്കെ ഉണ്ട്. ഇപ്പം മെഡിക്കൽ കോളേജിലാണ്, കോട്ടയം. അപ്പോൾ വാഹനത്തിൻ്റെ മുൻവശം പാടെ തകർന്ന നിലയിലാണ്. അപ്പോൾ ഇന്നലെ ഇത് വിവരം അറിഞ്ഞപ്പം തന്നെ പരിയാരത്തുള്ളവരും അഞ്ചേരിലുള്ളവരും എല്ലാം ഇവിടെ എത്തുകയൊക്കെ ചെയ്ത്. എങ്കിലും കൊച്ചുമോനെ അന്നേരം തന്നെ ഇവിടുന്ന് ആംബുലൻസിൽ അവർ മെഡിക്കൽ കോളേജിൽ എത്തിച്ചായിരുന്നു. ഈ ഇടവഴിയാണ് താഴോട്ട് വീണത്. തോട്ടിലങ്ങനെ വലിയ വെള്ളമൊന്നുമില്ല. മഴക്കാലത്തൊക്കെ നല്ല വെള്ളമൊഴുക്കുള്ള സ്ഥലമാണ്. വാഹനത്തിൻ്റെ മുൻവശം മുഴുവൻ തകർന്ന നിലയിലാണ്. ഇപ്പം ഞായറാഴ്ച ദിവസമായതുകൊണ്ട് ഈ കവലയിൽ വലിയ തിരക്കൊന്നുമില്ലായിരുന്നു. അങ്ങനെ പെട്ടെന്ന് ആരും അറിഞ്ഞില്ല അപകടത്തിൻ്റെ കാര്യം. ഉണ്ട്, ഇവിടെ ഒന്നും സംരക്ഷണ ഭിത്തിയോ ഒന്നുമില്ല, നമുക്കൊരു മുന്നറിയിപ്പോ കാര്യങ്ങളൊന്നുമില്ല. നല്ല വളവും കൂടെ ആയതുകൊണ്ട് ഇവിടെ നിന്ന് വാഹനം തെന്നിയാൽ ഇത്രയും വലിയ താഴ്ചയിലേക്കാണ് മറിയുന്നത്. ഈ ഇടവഴിയാണ് ഇവിടുന്ന് താഴോട്ട് പോയത്. ഇവിടെ ഒരു ചെറിയ കെട്ടൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം ഇടിച്ചു മറിച്ചാണ് താഴോട്ട് പോയത്. ഇവിടെ എല്ലാം ഈ സൈഡെല്ലാം ഇപ്പം വിട്ടു നിൽക്കുകയാണ്.
വാഹനത്തിൻ്റെ ഡീസൽ ഇങ്ങനെ വെള്ളത്തിലൂടെ പൊക്കോണ്ടിരിക്കുന്നുണ്ട്. ചമ്പക്കര സർവീസ് സഹകരണ ബാങ്കിൻ്റെ മുൻവശത്തോടെയാണ് ഈ ഓട്ടോ ഇങ്ങനെ വന്നപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ എതിരെ വരുന്ന വാഹനങ്ങൾക്ക് ഇതുപോലെ സൈഡ് കൊടുത്ത പോലെ അദ്ദേഹം സൈഡ് കൊടുത്താന്നാണ് പറയുന്നത്. ഇവിടെ റിബണൊക്കെ വലിച്ചു കെട്ടിയിട്ടുണ്ട്. അപകട മേഖലയെന്നും പറഞ്ഞ് ഇവിടെ ഒരു റിബണൊക്കെ വലിച്ചു കെട്ടിയിട്ടില്ലേ. അപ്പോൾ ഇതുപോലെ തന്നെ ഇവിടെ ഒരു വലിയ ബോർഡും വെച്ചിട്ടുണ്ട്. അപകട മേഖലയെന്നും പറഞ്ഞ് ലൈറ്റ് ബോർഡാണ്. അപ്പോൾ ഇവിടെ മിക്കപ്പോഴും അപകടം ഉണ്ടാകുന്നതെന്നുള്ളത് എല്ലാവർക്കും അറിയാം. കാരണം അതിനാണ് മുന്നറിയിപ്പായിട്ട് ഈ ബോർഡ് ഇവിടെ വെച്ചിരിക്കുന്നത്. അവിടുത്തെ സ്പീഡ് ലിമിറ്റ് കൊടുത്തിരിക്കുന്നത് 30 കൊടുത്തിരിക്കുന്നത്. അതുപോലെ അവിടെ റിബൺ കെട്ടിയതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ അവിടുത്തെ തോടിൻ്റെ അടിവശം അത് മുഴുവൻ കയ്യാല മുഴുവൻ പോയി കിടക്കുകയാണ്. അത് പോയിട്ട് കുറേ നാളായെന്ന് തോന്നും. ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ടാണ് ഓട്ടോ താഴോട്ട് വീണത്. അപ്പോൾ തോടിൻ്റെ ഈ സൈഡ് വശം, ഇവിടെ റിബൺ കെട്ടിയതിൻ്റെ സൈഡ് വശം നിങ്ങളൊന്ന് കാണുക. ഇതിങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളുകളായെന്ന് പറഞ്ഞാൽ ആ സൈഡെല്ലാം ഒരുപാട് വാഹനങ്ങൾ പോകുന്ന റോഡാണ് ബാങ്കിൻ്റെ മുൻവശം. ഇവിടെ സ്വല്പം വീതി കുറവുമാണ്, മറ്റുള്ള അപേക്ഷിച്ച് റോഡിന് വീതി കുറവുമാണ്. ഇവിടെ അടിവശം കെട്ട് ഇരുത്തിപ്പോയിരിക്കുകയാണ്. ഇവിടെ വലിയ അപകടങ്ങൾ ഇനിയും ഉണ്ടാകാം. ഇത് കണ്ടോ, ആ കയ്യാല മുഴുവൻ പോയി അവിടുത്തെ കല്ലുകെട്ടെല്ലാം എല്ലാം താഴോട്ട് വീണ് കിടക്കുകയാണ് തോട്ടിലോട്ട്. ഇനിയിപ്പോൾ മഴക്കാലമൊക്കെ വരാൻ പോകുന്നത്, ശക്തമായ വെള്ളമൊഴുക്കൊക്കെ വരുമ്പോഴത്തേന് ഇതിലും വലിയ അപകടം. അതുകൊണ്ട് ഓട്ടോയാണ് അപ്പുറം കിടക്കുന്നത്. ഇതുപോലെ ബസ് പൊയ്ക്കൊണ്ടിരിക്കുന്ന സ്ഥലത്താണ്. അതുപോലെ ചമ്പക്കരയിൽ നിന്ന് നമുക്ക് തോട്ടക്കാടിന് പോകുന്ന വഴിക്ക് ഇതുണ്ട്, നിങ്ങൾക്കറിയാം ഇവിടെയൊക്കെ തോടിൻ്റെ സൈഡാണ്. ഇവിടെ ഒരു മുന്നറിയിപ്പോ സംവിധാനമോ ക്രാഷ് ബാരിയറോ ഒന്നുമില്ല. ഇവിടെയാണ് കുറച്ച് നാളുകൾക്ക് മുമ്പ് ബസ് തോട്ടിലേക്ക് മറിഞ്ഞ് ഒരുപാട് ആൾക്കാർക്ക് പരിക്ക് പറ്റിയതാണ്. അവിടെ ഇപ്പം ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അവിടെ കുറേ ചെടി വെച്ചിട്ടുണ്ടെന്നല്ലാതെ ഒരു സംരക്ഷണ ഭിത്തി പോലും ഇവിടെ കെട്ടിയിട്ടില്ല. കണ്ടോ, ഇവിടെ മുഴുവൻ ചെടി വെച്ചിരിക്കുകയാണ് മുഴുവൻ. കണ്ടോ, അത് PWD ആണെന്ന് തോന്നുന്നില്ല, നാട്ടുകാർ വെച്ചതായിരിക്കാം. അപ്പോൾ ഞാൻ അവിടെ സമീപത്തുള്ള കടക്കാരോട് ചോദിച്ചപ്പോഴത്തേന് അവർ പറഞ്ഞു അന്ന് ഇത് ഇവിടെ ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് പോയിട്ട് ഇതുവരെ ഈ ഭാഗത്തോട്ട് പിന്നെ അധികാരികൾ വന്നിട്ടില്ല. ഇവിടെയും ധാരാളം അപകടം ഉണ്ടാകുക എന്ന കടക്കാർ എന്നോട് പറഞ്ഞ്. വാഹനങ്ങളൊക്കെ കണ്ടോ നല്ല സ്പീഡിൽ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ മുന്നറിയിപ്പ് ബോർഡുണ്ട്, ഇവിടെ എല്ലാം അപകട മേഖലയെന്നും പറഞ്ഞ് ബോർഡ് വെച്ചിട്ടുണ്ട്. ഞാൻ തിരിച്ചു വന്ന വഴി തോട്ടക്കാട്ട് കണ്ടൊരു കാഴ്ചയാണ്. ഇവിടെ ഇതുപോലെ മെയിൻ റോഡിൽ പൈപ്പ് പൊട്ടിയിട്ട് 2 ആഴ്ചയായെന്ന് പറഞ്ഞു. അപ്പോൾ സമീപത്തുള്ള ചേട്ടനോടാണ് ഞാൻ ചോദിച്ചത്. രണ്ടാഴ്ച കഴിഞ്ഞു. എന്നിട്ട് അവരാരും അത് നോക്കിയൊന്നുമില്ല. അധികാരികൾ തിരിഞ്ഞു നോക്കാതെ നിൽക്കുന്നു. ഇതുപോലെ തന്നെ പുതുപ്പള്ളിയിലുണ്ട്, ഇന്നും വഴി പൊട്ടിക്കുന്നുണ്ട്. ശരി. അവിടെ വലിയ കുഴിയായിട്ട് മാറിയിട്ടുണ്ടല്ലേ. തോട്ടയ്ക്കായിട്ട് ഒരു പുതിയ പെട്രോൾ പമ്പ് വരുന്നുണ്ട്. അതിന് തൊട്ട് മുൻവശത്തായിട്ടാണ് ആണല്ലേ ഈ പൈപ്പ് പൊട്ടി ഇതുപോലെ വെള്ളം പാഴായിക്കൊണ്ടിരിക്കുന്നത്. ഒരു മെയിൻ റോഡിലാണ്. 2 ആഴ്ചയായെന്ന് പറയുമ്പോഴത്തേന് നമ്മുടെ അധികാരികളുടെയൊക്കെ ഉത്തരവാദിത്വം എന്താണെന്നൊന്ന് ആലോചിച്ച് നോക്കുക.
ഇനി ഇത് ശരിയാക്കണമെന്നുണ്ടെങ്കിൽ ഈ കുഴിക്കകത്ത് ആരെങ്കിലും വീണ് എന്തെങ്കിലും ഒരു വലിയൊരു അപകടം ഉണ്ടായെങ്കിൽ മാത്രമേ ഉള്ളൂ. പിറ്റേ ദിവസം തൊട്ട് വഴിപ്പണിയായിരിക്കും.